ശുശ്രൂഷ ആശീർവദിക്കുന്ന നമ്മുടെ വാത്സല്യ സ്റ്റേറ്റ് ഓവർസിയർ, അതുപോലെ നാം സ്നേഹിക്കുന്ന നമ്മുടെ KC ജോൺ സാറ്, പ്രിയ സണ്ണി പാസ്റ്റർ, ദേവസഭയുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ചുമതല വഹിക്കുന്ന പാസ്റ്റർ ബെൻസറുകൾ, അതുപോലെ AT ജോസഫ് അവറുകൾ, മറ്റ് ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ്, കൌൺസിൽ സെക്രട്ടറി തോമസ് പുളിവേലി തുടങ്ങി എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സമയങ്ങൾ മുൻപോട്ട് പോകുന്നതിനാൽ ഞാൻ അല്പ സമയം ദൈവത്തിന് ആലോചന അറിയിച്ച് അവസാനിപ്പിക്കട്ടെ. അനുഗ്രഹീത ഗാനങ്ങൾ നമുക്ക് നൽകുന്ന പ്രസിദ്ധമായ ഹോളി ബീറ്റ്സ് ആ ടീമിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ കർത്താവിന്റെ ദാസൻ ജോർജ് ക്രമീകരിക്കുവാനും സൽക്കരിക്കുവാനും സ്നേഹിപ്പാനുമൊന്നും അവർ മറന്നിട്ടില്ല. എല്ലാം ഓർത്തോർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. എല്ലാവിധ കരുതലിനും ആ കുടുംബത്തോട് ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ജോയി ജോർജ് അവറുകളും ആ നിലയിൽ തന്നെ ദൈവദാസന്മാരെ ആദരിക്കുകയും സ്നേഹിക്കുകയും സൽക്കരിക്കുകയും കർത്താവിന്റെ വേലയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണെന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആ രണ്ട് കുടുംബങ്ങളിലും ജനിച്ചു വളർത്തപ്പെട്ട രണ്ട് യുവമിഥുനങ്ങൾ ഇന്ന് പകൽ വിവാഹിതരാകുമ്പോൾ നിശ്ചയമായും ദൈവസാന്നിധ്യത്തിന്റെ മഹത്വം ഇവിടെ നിലനിൽക്കട്ടെ. ശ്രേഷ്ഠന്മാരായ അനേക ദൈവദാസന്മാർ ഓഡിറ്റോറിയത്തിലും സ്റ്റേജിലുമുണ്ട്. നമ്മുടെ ജോർജ് മാത്യു അച്ഛൻ ഉൾപ്പെടെ എല്ലാവരും നമുക്ക് വിലപ്പെട്ടവരാണ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത്യാവശ്യം ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ മക്കളെ, ശ്രദ്ധിക്കൂ. മാത്യു ചാപ്റ്റർ 19 വേഴ്സ് 3 to 6 നിങ്ങളെ തമ്മിൽ ദൈവം യോജിപ്പിക്കുന്നു. മലാഖി ചാപ്റ്റർ 2 വേഴ്സ് 14-15 നിങ്ങളെ തമ്മിൽ ഉഭയസമ്മതം യോജിപ്പിക്കുന്നു. റോമൻസ് ചാപ്റ്റർ 7 വേഴ്സ് 3 to 5 നിങ്ങളെ തമ്മിൽ ഒരു പ്രമാണം യോജിപ്പിക്കുന്നു. സ്തോത്രം. ദൈവത്താലും പ്രമാണത്താലും ഉഭയസമ്മതത്താലും ഇന്ന് പകൽ നിങ്ങൾ യോജിപ്പിക്കപ്പെടുന്നു. നിങ്ങളെ യോജിപ്പിക്കുന്ന ഒരു ബ്രോക്കറല്ല, ഒരു മാരേജ് ബ്യൂറോ അല്ല, ഒരു രജിസ്ട്രാർ അല്ല, ഒരു പാസ്റ്റർ അല്ല. നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ലൈഫ് ലോങ് പാർട്ട്ണർഷിപ്പാണ്. ജീവാവസാനം വരെ നിലനിൽക്കേണ്ട ഒരു ബന്ധത്തിലേക്കാണ് നിങ്ങൾ കൈകൊടുക്കുവാൻ പോകുന്നത് എന്നുള്ള വസ്തുത ഇന്ന് പകൽ ആഴമായി നിങ്ങൾ മനസ്സിലാക്കുക. സ്തോത്രം. 3 basic foundation in a believer. First one is relationship to God. Second, relationship to church. Third, relationship to family. ദൈവത്തോടും സഭയോടും കുടുംബത്തോടുമുള്ള ഒരു പുരുഷന്റെ, ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ ബന്ധം, അതാണ് പാവനമായി സൂക്ഷിക്കേണ്ടത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് spend time, husband and wife should spend time together. നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് സമയങ്ങൾ ചെലവഴിക്കണം. ജോലി കഴിഞ്ഞ് രണ്ടുപേരും വീട്ടിലെത്തണം, തമ്മിൽ കാണണം, സംസാരിക്കണം, വിഷയങ്ങൾ ഷെയർ ചെയ്യണം, പ്രാർത്ഥിക്കണം. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. സ്തോത്രം. ദേ ഷുഡ് അപ്രീഷിയേറ്റ് ഈച്ച് അതർ. പരസ്പരം ബഹുമാനിക്കുകയും പരസ്പരം പ്രശംസിക്കുകയും ചെയ്യണം. ഒരു നല്ല കാര്യം മോനെ നിന്റെ ഭാര്യ ചെയ്താൽ അവളെ താങ്ക്സ് പറഞ്ഞ് പ്രശംസിക്കണം, ആദരിക്കണം. ഒരു നല്ല കാര്യം മോളെ നിന്റെ ഭർത്താവ് ചെയ്താൽ നിന്റെ ഭർത്താവിനെ നീ അനുമോദിക്കണം.
പ്രശംസിക്കണം. അത് മറന്നു പോകരുത്. സ്തോത്രം. ദേ ഷുഡ് ഹാവ് റൈറ്റ് കമ്മ്യൂണിക്കേഷൻ. പരസ്പരം ഉള്ള കമ്മ്യൂണിക്കേഷൻ റൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. അതിൽ നിങ്ങൾക്ക് വീഴ്ച വരുത്താൻ പാടില്ല. കീപ് ട്രസ്റ്റ് മ്യൂച്വൽ ട്രസ്റ്റ്. നിങ്ങൾ തമ്മിൽ പരസ്പരം വിശ്വാസമുള്ളവരും വിശ്വസ്തതയുള്ളവരുമായിരിക്കണം. നോ സെൽഫിഷ്നെസ് ഇൻ ദ ഫാമിലി. സ്വാർത്ഥത നിങ്ങൾക്ക് രണ്ടുപേർക്കും പാടില്ല. എന്റേതെന്ന് പറയുവാൻ ഒന്നും നിങ്ങളുടെ വീട്ടിലുണ്ടാകരുത്. നമ്മുടേത്, ഞങ്ങളുടേത് എന്ന് പറയുന്നതായിരിക്കണം എല്ലാം നിങ്ങളുടെ ഭവനത്തിൽ ഉള്ളതെന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ബലഹീനതകളുണ്ട്. നിങ്ങൾ മനുഷ്യരല്ലേ, ദൂതന്മാരല്ലല്ലോ, ദൈവമല്ലല്ലോ. ഈ ശരീരത്തിൽ വസിക്കും കാലം നമ്മളിലൊക്കെ എപ്പോഴും ബലഹീനതകളുണ്ട്. മോനെ, നിന്റെ ഭാര്യയിൽ ബലഹീനതകൾ കണ്ടെന്ന് വരാം. ചിലപ്പോൾ അവൻ മുൻകോപമുള്ളവളായിരിക്കാം, ശാഠ്യമുള്ളവളായിരിക്കാം, പെട്ടെന്ന് ക്ഷമിക്കുവാൻ കഴിയാത്തവളായിരിക്കാം. അവളുടെ ബലഹീനത മോൻ മനസ്സിലാക്കി ആ ബലഹീനതയ്ക്കനുസരിച്ച് അവളെ ബിൽഡപ്പ് ചെയ്യണം. അവളുടെ ബലഹീനതകൾ പറഞ്ഞ് അവളെ കുത്തി മുറിവേൽപ്പിക്കരുത്. അവളുടെ മാതാപിതാക്കളെ ചൊല്ലരുത്. മാത്രമല്ല, അവളുടെ മാതാപിതാക്കൾ നിനക്ക് വിലപ്പെട്ടവരാണ്. സ്വന്തം മാതാവിനെയും പിതാവിനെയും നീ എങ്ങനെ കാണുന്നുവോ അതുപോലെ നിന്റെ ഭാര്യയുടെ പിതാവിനെയും മാതാവിനെയും നീ കാണണം. അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. അവർ നിനക്ക് അന്യരല്ല. ആ വീട്ടിൽ നീ മരുമകനല്ല, ആ വീട്ടിൽ നീ മകൻ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുപോലെ മോളെ, നിന്റെ ഭർത്താവിൽ ബലഹീനതകളുണ്ട്. അവനും എടുത്തുചാട്ടക്കാരനായിരിക്കാം, മുൻകോപിയായിരിക്കാം, വാശിക്കാരനായിരിക്കാം, പകയുള്ളവനായിരിക്കാം. സ്തോത്രം. അത്രയ്ക്ക് ഞാൻ ഈ മോനെ പഠിച്ചിട്ടില്ല. 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ സ്തോത്രം, ഇവനിൽ എന്തെങ്കിലും ബലഹീനത കണ്ടു എന്ന കാരണത്താൽ അത് കൂടെ കൂടെ പറഞ്ഞ് മുറിവേൽപ്പിച്ച് അവനെ വേദനിപ്പിക്കുന്നവളായിട്ടല്ല, ബലഹീനത മനസ്സിലാക്കി അത് ക്ഷമിച്ച് അവനെ നീ ബിൽഡപ്പ് ചെയ്യണം. പരസ്പരം കുത്തി മുറിവേൽപ്പിക്കുന്നവരായിട്ടല്ല, പരസ്പരം ബിൽഡപ്പ് ചെയ്യുന്നവരായി നിങ്ങൾ തീരണം. അതാണ് കുടുംബജീവിതത്തിന്റെ ഭദ്രത എന്ന് ഞാൻ സന്തോഷത്തോടെ ഓർപ്പിക്കട്ടെ. പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇൻ ദ ഫാമിലി. സ്തോത്രം. പ്രേയർ ആൻഡ് സ്തോത്രം വർഷിപ്പ് ഇൻ ദ ഫാമിലി. നിങ്ങളുടെ ഭവനത്തിൽ ഒരു നേരത്തെ ഭക്ഷണമില്ലെന്ന് വന്നാലും, ഒരു നേരം നിങ്ങൾക്ക് ചായ കുടിക്കുവാൻ വകയില്ലെന്ന് വന്നാലും, മറ്റു പലതും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചില്ലെങ്കിലും, നിങ്ങളുടെ ഭവനത്തിൽ നിലനിൽക്കേണ്ടത് പ്രാർത്ഥനയും ആരാധനയുമാണ്. അത് നിങ്ങളുടെ ഭവനത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടുവാൻ പാടില്ല എന്നുള്ള വസ്തുതയും ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ആരുടെയെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായാൽ ഒരു സോറി പറയാൻ തയ്യാറാകണം. അതിന് പകരം കല്യാണം നടത്തിയ പാസ്റ്ററെ വിളിക്കാനോ, പ്രസംഗിച്ച ഞങ്ങളെ അന്വേഷിക്കുവാനോ, കല്യാണം ആലോചിച്ചവരെ അന്വേഷിക്കുവാനോ, മാത്രമല്ല അഡ്വക്കറ്റിനെ തിരക്കി നടക്കാനോ, കുടുംബ കോടതി എവിടെ ഉണ്ടെന്ന് തിരക്കാനോ പോകരുത്, അരുത്. അത് നമുക്ക് പാടില്ല. പരസ്പരം ആരിലാണ് തെറ്റുണ്ടായത് ഒരു സോറി പറഞ്ഞ് ആ പ്രശ്നം ഉരുക്കി മാറ്റണം, പരിഹരിക്കണം. സ്തോത്രം. ക്രിസ്തീയ മനോഭാവത്തിലും ക്രിസ്തീയ കരുതലിലും ക്രിസ്തീയ പാരമ്പര്യത്തിലും നിങ്ങളിൽ ഉരുത്തിരിയുന്ന സകല പ്രശ്നങ്ങൾക്കും നിങ്ങൾ ഒരു സോറി പറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കണം. എപ്പോഴും മോളെ, നിന്റെ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ നീ ക്ഷമിച്ച് സംസാരിക്കണം. മോനെ, നിന്റെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ നീ ക്ഷമിച്ച് സംസാരിക്കണം. ക്ഷമയില്ലാതെ പരസ്പരം ഒന്നും പറയരുത്. ക്ഷമിച്ച് സംസാരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയമാണ്. നിങ്ങൾ രണ്ടുപേരും ഡോക്ടർമാരാണ്, പക്ഷേ ഒത്തുകൂടുമ്പോൾ രണ്ടുപേരും ഡോക്ടർമാരല്ല, ഭർത്താവും ഭാര്യയുമാണ്. ആ ചിന്ത നിങ്ങളുടെ മനസ്സാക്ഷിയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു പുരുഷനെ, സ്തോത്രം മോളെ, നീ ഭർത്താവായി സ്വീകരിക്കുമ്പോൾ ലോകം കീഴടക്കിയ ഒരു സംതൃപ്തി, നിനക്ക് ആത്മസംതൃപ്തി ഉണ്ടാകാം. പക്ഷേ ആ സംതൃപ്തി ജീവകാലം മുഴുവൻ നിലനിൽക്കണമെങ്കിൽ നീ അവന് കീഴടങ്ങുവാൻ തയ്യാറാകണം. ലോകത്തെ കീഴടക്കിയ പ്രതീതി ഒരു പുരുഷൻ ഭർത്താവായി വരുമ്പോൾ നിന്റെ മനസ്സാക്ഷിയിൽ ഉയർന്നു വരുന്നെങ്കിൽ ആ പ്രതീതി, ആ സംതൃപ്തി ലോകം മുഴുവൻ, നിന്റെ ജീവകാലം മുഴുവൻ നിലനിൽക്കണമെങ്കിൽ ഈ പുരുഷന് നിന്റെ ജീവകാലം മുഴുവൻ നീ കീഴ്പ്പെട്ടവളായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് അതിനായി മക്കളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. സോൾവ് ദ പ്രോബ്ലംസ് മീക്ക്ലി ഇൻ മ്യൂച്വൽ കൺസിഡറേഷൻ. പരസ്പര വിട്ടുവീഴ്ചയിൽ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾ പരിഹാരം കണ്ടെത്തണം. എ ഗുഡ് ഫാമിലി ലൈഫ് ഈസ് ആൻ ഹോണസ്റ്റ് മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് എവരിതിങ്. എല്ലാം നിങ്ങൾക്ക് സഹകരണം ആവശ്യമാണ്. വേൾഡ്ലി, സ്പിരിച്വലി, ഫിസിക്കലി, എല്ലാറ്റിലും നിങ്ങൾക്ക് സഹകരണം ആവശ്യമാണ്. ആ നിലയിൽ പരസ്പര സ്നേഹത്തോടും കരുതലോടും കീഴ്പ്പെടലോടുകൂടും അനുസരണത്തോടും ഭയത്തോടും ഭക്തിയോടും സ്തോത്രം പോറ്റി പുലർത്തുവാനുള്ള തയ്യാറെടുപ്പോടും കീഴ്പ്പെടുവാനും അനുസരിപ്പാനുമുള്ള സമർപ്പണത്തോടും